എല്ലാവരും നല്ലൊരു ബോഡി ഉണ്ടാക്കണം, അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിട്ടുണ്ടാവും. ജിമ്മ് പോവും, അതുപോലെ തന്നെ കുറെ പ്രോട്ടീൻ പൗഡർ ഒക്കെ അടിച്ചൊക്കെ കഴിക്കും. പക്ഷെ ഇതൊരു ഫുൾഫിൽ ചെയ്യാത്ത മാതിരിയാണ്. അതായത് ഇപ്പൊ ട്രെൻഡാണല്ലോ, നമ്മള് ജിമ്മ് പോവുക, അതുപോലെ തന്നെ ഒരു ബോഡി ഉണ്ടാക്കാൻ ഒരു 2 മാസം പോവുക, പിന്നെ നിർത്തും. ആ ഒരു ട്രെൻഡിന്റെ പിന്നാലെ പോകാതെ ഒരു ലോങ് ടേമിലൊക്കെ എങ്ങനെ ഒരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാക്കാന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോക്ക് പോണതിന് മുന്നേ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് മുബഷിറാണ്. ഞാൻ അങ്ങനത്തെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ്, അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കണ്ടന്റാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. പിന്നെ ഫസ്റ്റ് തന്നെ കുറച്ച് ബെനിഫിറ്റ്സുകൾ പറഞ്ഞുതരാം. അതായത് നമുക്കൊരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുറച്ച് ബെനിഫിറ്റ്സ്. അതിൽ ഫസ്റ്റത്തെയാണ്, നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, ഡിസീസുകൾ കുറവേക്കാരം. രോഗങ്ങൾ കുറവായാൽ തന്നെ എന്താവും, നമുക്ക് ഹോസ്പിറ്റലത്തെ കോസ്റ്റ് നമുക്ക് ഓൾറെഡി നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കുറക്കാൻ പറ്റും. കുറെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി കുറെ അങ്ങനെ ചിലവാക്കേണ്ടി ആവശ്യം, ഫിനാൻഷ്യലായിട്ട് എന്താവും കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ കൂടുതൽ രോഗം ഉണ്ടായി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ആ ഒരു ഹെൽത്ത് ഉണ്ടാവില്ല, നമുക്ക് ഒരു എനർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, നമ്മളെ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റൂല. പിന്നെ രണ്ടാമത്താണ്, നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താവും, നമുക്കൊരു അട്രാക്ഷൻ കിട്ടും. അതായത് ഇപ്പോ നമുക്ക് നല്ലൊരു നമ്മളെ ആണുങ്ങളെ ഒന്ന് ഫിറ്റ് ആയി കഴിഞ്ഞാൽ കിട്ടണ വി ഷേപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ ജസ്റ്റിന്റെ അവിടെ ആ ഒരു വി ഷേപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് പുതിയ ഡ്രസ്സ് ഇടുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ ക്ലോത്തിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടുന്ന ഡ്രസ്സൊക്കെ നമുക്ക് ഫിറ്റ് ആയി കണ്ട് തോന്നും. ഒരു അട്രാക്ഷൻ, ഒരു ലുക്കിന്റെ അട്രാക്റ്റീവ് ഒക്കെ നമുക്ക് നല്ലൊരു ബോഡി ഉണ്ടെങ്കിൽ തോന്നും. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് ആണ്, ഏതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് ആണ്. അതായത് നിങ്ങളെ ബിസിനസിന്റെ ആയാലും, നിങ്ങളെ ലേണിങ്ങിന്റെ ആയാലും, നിങ്ങളെ എനർജിന്റെ ആയാലും, നിങ്ങളെ കോൺഫിഡൻസിന്റെ ആയാലും, നിങ്ങളെ കമ്മ്യൂണിക്കേഷന്റെ ആയാലും, നിങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തിന്റെയും എടുത്തു നോക്കി നിങ്ങൾ സക്സസ്ഫുൾ ആയ ഒരു 99% ആൾക്കാരെ നോക്കി കഴിഞ്ഞാൽ ഓരൊക്കെ ഓരോ ലൈഫിൽ ആദ്യം സെറ്റാക്കിയത് ഓരോ ബിൽഡ് ചെയ്തത് ഓരോ ബോഡി ആയിക്കാരം. കാരണം ഈ നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ എന്താവും, നമുക്ക് നല്ല എനർജി, നല്ലൊരു ഫീൽ, നല്ലൊരു മോട്ടിവേഷൻ ഉണ്ടാവും. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താവും, നമുക്ക് നമ്മളെ തന്നെ പോസ് ചെയ്യാതെ നമ്മളെ കാര്യങ്ങൾ, നമ്മൾക്ക് ഗോൾസിനുള്ള ആക്ഷൻസ്, സ്റ്റെപ്സ് ഒക്കെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഇപ്പൊ ഏതൊരാളും ആദ്യം ഫിക്സ് ചെയ്ത ഒരു ബിസിനസ് അല്ല, ആദ്യം ഫിക്സ് ചെയ്ത പോലെ ഫിസിക്കൽ ഹെൽത്ത് ആണ്. അപ്പൊ എന്താവും, നിങ്ങൾ നല്ലൊരു ഫിസിക്കൽ ഹെൽത്ത് ഫിക്സ് ചെയ്തെന്നാവും, നിങ്ങൾക്ക് ആ ഒരു എനർജി കിട്ടിയാണ്ട് നിങ്ങൾക്ക് നിങ്ങളെ പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ, അതുപോലെ തന്നെ നിങ്ങളെ വലിയ ബിസിനസ്സോ അതിന് ഫോക്കസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ സഹായിക്കും. പിന്നെ അവരുടെ ബോഡി എന്താ ഞാൻ പറയില്ലേ, നമുക്കൊരു എനർജി ഉള്ള മരിക്കണേ കാരണം. പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് ആണ്, നമുക്ക് ഈ ലോങ് ടേമിലേക്ക് ഡിസീസ് ഒന്നും ഇല്ലാതെ, അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഇപ്പൊ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ കാര്യങ്ങളും ആരെല്ലാവരും നോക്കേണ്ടി വരും. ഇത് നേരെ മറിച്ച് നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, നമുക്കൊരു എനർജി ആയിട്ടുള്ള ബോഡി ഉണ്ടെങ്കിൽ എന്തോ നമ്മുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഈ സർവൈവൽ കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാനും നമുക്ക് ആ ഒരു ലോങ് ടേമിലേക്ക് എന്താകും നിർത്താൻ പറ്റും. പിന്നെ ഇനി ഞാൻ എങ്ങനെ ഒരു ഡീസന്റ് ബോഡി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. മെയിൻ ആക്കി ഒരു 3 പോയിന്റിൽ ഫോക്കസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഈ മൂന്ന് സംഭവങ്ങൾ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും, നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു ഫിസിക്കൽ ഹെൽത്തിലേക്ക് എത്താൻ പറ്റും. ഞാൻ പറയുന്നത് 1-3 മാസം പണിയെടുക്കാന്നല്ല, ജസ്റ്റ് ലോങ് ടേം. അതായത് നമ്മൾ എപ്പം മരിക്കണ വരെ. കാരണം ബോഡി നമുക്ക് എത്രത്തോളം കാലം ഹെൽത്ത് ഉണ്ടോ അത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആണ്. 2-3 മാസം പോയി ജിമ്മിൽ പോയി നിർത്താനല്ല, ലോങ് ടേമിലേക്ക് നമ്മൾ അങ്ങനത്തെ ഒരു ട്രെയിനിങ് ചെയ്യണം, നമുക്ക് അങ്ങനെ ഒരു പേഴ്സണായി മാറുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡെയിലി ഇടയ്ക്കൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മിസ്സാവുന്നുണ്ടെങ്കിലും ഒരു 80% ശ്രദ്ധിക്കാൻ നോക്കുക. പിന്നെ അതിൽ 3 പോയിന്റ് ഞാൻ പറഞ്ഞു, 3 പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഫസ്റ്റത്തെ പോയിന്റ് പറഞ്ഞാല് ട്രെയിനിങ് പറഞ്ഞാല് ജിമ്മിൽ പോകാം. ഇപ്പൊ ജിമ്മിൽ പോകാൻ അഫോർഡബിൾ അല്ല, അതായത് ടൈം ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം, ഹോം വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ റണ്ണിങ്ങോ വാക്കിങ്ങോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ല ആക്ടിവിറ്റി, സ്വിമ്മിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമല്ലാണെങ്കിൽ, ഇപ്പൊ അതുമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ ഡെയിലി എന്ത് ചെയ്യുക, ഫുട്ബോൾ കളിക്കുക, അതൊരു ആക്ടിവിറ്റിയാണ്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ജിമ്മിൽ പോകണം എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഇത്രേ ഉള്ളൂ, നിങ്ങളെ ബോഡി ഡെയിലി മൂവ് ചെയ്യാം, അത്രേ ഉള്ളൂ അതിന്റെ ഉദ്ദേശം പറയുന്നത്. പച്ച മലയാളത്തിൽ പറയണമെങ്കിൽ ഡെയിലി എന്ത് ചെയ്യാം, വിയർക്കുക ആസ് എ പോസിബിൾ. സംഭവം എന്താണ്, ഇത്രയുള്ള ഞാൻ പറഞ്ഞത്, ഡെയിലി 30 മിനിറ്റ് to 1 hour ഡെയിലി നമ്മളെ ബോഡി അളക്കുക, മൂവ് ചെയ്യുക. ജിമ്മിൽ പോകാൻ പറ്റുകയാണ് ഏറ്റവും നല്ലത്. ഡെയിലി 1 മണിക്കൂർ പോയി വർക്കൗട്ട് ചെയ്യണം, ആഴ്ചയിൽ ഒരു 6 ദിവസം 5 ദിവസം പോയി വർക്കൗട്ട് ചെയ്യുക. ഇറ്റ്സ് എ ഗുഡ്, ഏറ്റവും നല്ല അതാണ്. പക്ഷെ ഇനിയിപ്പോൾ അതിന് നമുക്ക് സമയമില്ല, അഫോർഡബിൾ അല്ല, നമ്മളൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഏറ്റവും നല്ല എന്താ, ഹോം വർക്കൗട്ട്. ഇങ്ങനെ പറഞ്ഞില്ലേ, ഫ്രണ്ട്സിന്റെ കൂടെ ഫുട്ബോൾ കളിക്കാൻ പോവുക, അല്ലെങ്കിൽ റണ്ണിങ്ങിന് പോവുക, വാക്കിങ്ങിന് പോവുക, ഇതൊക്കെ ഡെയിലി ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും ഡെയിലി അരമണിക്കൂറെങ്കിലും ചെയ്യാൻ നോക്കുക. പിന്നെ ജിമ്മ് പോകണം തന്നെ ഉള്ള ആൾക്കാരാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ബിസിലും അതുപോലെ തന്നെ മസിൽ ബിൽഡ് ചെയ്യണം, അതുപോലെ തന്നെ കോമ്പറ്റീഷനൊക്കെ റെഡി ആവണ ആളാണ് ഈ ജിമ്മിൽ തന്നെ പോയി വർക്ക് ചെയ്യണം. കുറേ റണ്ണിങ്ങും വർക്കിങ്ങും ചെയ്തിട്ട് കാര്യമില്ല, അങ്ങനെ നമ്മൾ ജിമ്മിൽ പോയി തന്നെ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഇനി രണ്ടാമത്തൊന്നാണ് ന്യൂട്രീഷനുകൾ ഉദ്ദേശിക്കുന്നത് നമ്മളെ ഫുഡ് പറയുമ്പോൾ നമ്മളെ കാർബോഹൈഡ്രേറ്റ് എന്നൊക്കെ മാറി. നമ്മളെ കേരളക്കാർ നമ്മളൊക്കെ കൂടുതൽ കഴിക്കണത് വൈറ്റ് റൈസ്, മന്ത് റൈസ്, നമ്മളെ ഫുഡ്
നമ്മൾ ഫുള്ള് കാർബോഹൈഡ്രേറ്റ് ബേസ്ഡ് ആണ് നമ്മളെ ഫുഡും കാര്യങ്ങളും ഡയറ്റൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യല്. അതിനൊക്കെ മാറി ജസ്റ്റ് എന്ത് ചെയ്യുക, കുറച്ച് പ്രോട്ടീൻ ന്യൂട്രീഷൻ കിട്ടുന്ന ഫുഡിൽ ഫോക്കസ് ചെയ്യുക, അങ്ങനത്തെ ഡയറ്റ് പ്ലാൻ ചെയ്യാം. അതായത് പെർ കെ ജിമേ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡി പ്രകാരം പെർ കെ ജിമേ 1.6 ഗ്രാമൊക്കെ പ്രോട്ടീൻ കിട്ടുന്ന രൂപത്തിൽ, അതായത് ഇപ്പോൾ ഒരു 60-70 കിലോനൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് 120 അല്ലെങ്കിൽ 100 ഗ്രാം മിനിമം അറ്റ്ലീസ്റ്റ് ഒരു 100-110 ഗ്രാം ഡെയിലി പ്രോട്ടീൻ കിട്ടുന്ന രൂപത്തിലേക്ക് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ ചെയ്യുക. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോട്ടീനും ന്യൂട്രീഷനൊക്കെ ഏറ്റവും കൂടുതൽ ഞാൻ സജസ്റ്റ് ചെയ്യാം നമ്മൾ ആനിമൽ ബേസ്ഡ് ഫുഡുകൾ ഉണ്ടാവുമല്ലോ, അതായത് എഗ്, മിൽക്ക്, മീറ്റ്, ചിക്കന്, അതായത് ഏതിൻ്റെ അതുപോലെ തന്നെ അങ്ങനത്തെ മീറ്റുകൾ കാര്യങ്ങളൊക്കെ. ഇതിൽ നിന്നൊക്കെ എന്താ വെച്ചാൽ നമുക്ക് ഈ വെജിറ്റബിൾസിനെയും ഫ്രൂട്ട്സിനെയും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ആനിമൽ ബേസ്ഡിൽ നിന്ന് ഒരു സാധനത്തിൽ തന്നെ നമുക്ക് എല്ലാ സാധനവും കിട്ടും. ന്യൂട്രീഷൻ ആയാലും നല്ല ഫാറ്റ് ആയാലും പ്രോട്ടീൻ ആയാലും ഈ സംഭവങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കിട്ടണത് ആനിമൽ ബേസ്ഡ് ഫുഡ് തന്നെ. നിങ്ങളിപ്പോൾ ഈ മുട്ടേൻ്റെ എടുത്ത് നോക്കിയേ, അതിൽ തന്നെ ഉണ്ടാവും 6 ഗ്രാം പ്രോട്ടീൻ, അതിന് തന്നെ നമുക്ക് കിട്ടേണ്ടതൊക്കെ ആയി. നേരെ മറിച്ച് ഒരു ആപ്പിൾ എടുത്ത് നോക്കും, അതിൽ ഏതൊരു സംഭവം മിസ്സിംഗ് ഉണ്ടാവും, ചിലപ്പോൾ ന്യൂട്രീഷൻ ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിലൊക്കെ അങ്ങനെയാണ്, എന്തെങ്കിലും ഒരു സംഭവം മിസ്സിംഗ് ഉണ്ടാവും. പക്ഷെ നേരെ മറിച്ച് ആനിമൽ ബേസ്ഡ് ഫുഡ് വരുമ്പോൾ ഈ മീറ്റ്, ചിക്കന്, മിൽക്ക്, പ്രത്യേകിച്ച് നമ്മളെ ഈ നമ്മളെ നോർമൽ മീറ്റ് ഉണ്ടല്ലോ, ഇതിനൊക്കെ നമുക്ക് നല്ല പ്രോട്ടീൻ അതുപോലെ തന്നെ ന്യൂട്രീഷനൊക്കെയാണ് കിട്ടുന്നത്. അപ്പം അങ്ങനത്തെ ഫുഡുകൾ കൂടുതൽ മാക്സിമം നിങ്ങളുടെ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ജങ്ക് ഫുഡ് കാര്യങ്ങൾ മിനിമം കൊടുക്കുക. അതുപോലെ തന്നെ ഷുഗർ കാര്യങ്ങളൊക്കെ ഡെയിലി ലൈഫിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. എപ്പോഴേലൊക്കെ ഒന്ന് നമ്മളൊരു ബോഡിക്കൊരു എൻ്റെ 80% റോൾ ഉണ്ടല്ലോ, 80% നല്ല കാര്യങ്ങൾ ചെയ്ത് 20 റോള് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്താ 80% നല്ല ഫുഡുകളൊക്കെ കഴിച്ച് എന്ത് ചെയ്യുക, 20% പിന്നെ എപ്പോഴേലൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ തന്നെ ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. വീക്കിൽ ഒരു ദിവസം ഒരു നേരം ആണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി മാറ്റിയേക്കാം. അതായത് ഇപ്പോൾ ഒരു സൺഡേ എന്ത് ചെയ്യാം, ഒരു നേരം മാത്രം നമുക്ക് നല്ല പുറത്തുനിന്ന് ഫുഡ് ജങ്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്തുണ്ടാക്കാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മാറ്റി ബാക്കിയുള്ള സമയം ഫുൾ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ഫുഡിൽ ഫോക്കസ് ചെയ്ത് നമ്മളെ 80% നല്ല ഫുഡുകൾ കഴിക്കാൻ നോക്കുക. പിന്നെ ലാസ്റ്റത്തെ സ്ലീപ്പ്. വിത്തൗട്ട് സ്ലീപ്പ് യു ആർ നത്തിങ്. അതായത് വെച്ചാൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോയി നല്ല വർക്കൗട്ട് ചെയ്തു, നല്ല ഫുഡ് കഴിച്ചു, നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ ബോഡിക്ക് നിങ്ങൾ വേണ്ടിയൊരു നല്ലൊരു ഉറക്കം കൊടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും നടക്കാൻ പോകില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതും നല്ല ഫുഡ് കഴിക്കണതും ഇതൊക്കെ റിപ്പയർ ആവണമല്ലോ. നമ്മുടെ ബോഡിയിൽ അത് പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ നടക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മൾ നല്ലതായി ഉറങ്ങുമ്പോഴാണ്. ഉറങ്ങുക പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് 10-12 മണിക്കൂർ കടന്നുറങ്ങല്ല, ജസ്റ്റ് ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാക്കിയിട്ട് അതിന് പറയാം. അതായത് ശരിയായ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഫുള്ള് നമ്മൾ ആ ഒരു സ്ലീപ്പിൽ ആ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടുകയാണ്. അതിനിപ്പോൾ 10 മണിക്കൂർ കിടക്കണമെന്നില്ല. മെയിനായിട്ട് സ്റ്റഡി പറയുന്നതാണ് ഒരു 7 to 9 ഹവേഴ്സ് ആവറേജ് മനുഷ്യൻ കിടക്കണമെന്ന്. ഞാൻ അതിന് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാം, നമ്മൾ കടന്നു നോക്കുക. നമുക്ക് എത്ര ടൈം കിടന്നാലാണ് ആ രാവിലെ ആ മോർണിംഗ് നമ്മൾ നീക്കുമ്പോൾ ആ വെയ്ക്ക്നെസ്സും ആ ഒരു ഫീലും ആ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും നമുക്ക് എത്ര മണിക്കൂർ കടന്നാലും നമുക്ക് കിട്ടാൻ നോക്കാം. ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു 7-8 മണിക്കൂർ നല്ലൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടിയാൽ തന്നെ പിന്നെ രാവിലെ മോർണിംഗ് എണീക്കുമ്പോൾ ആ ഒരു വെയ്ക്ക്നെസ്സും ആ ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഡേ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ കിട്ടില്ല. അപ്പം നിങ്ങൾ ഓരോരുത്തരുടെ ബയോളജിയും കാര്യങ്ങളൊക്കെ ഡിഫറെൻറ്റ് ചെയ്യാനും അങ്ങനെ തന്നെ തയ്യാറെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഈ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കണം. ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടാക്കിയെടുക്കണം ഞാൻ കുറച്ച് ടിപ്സുകൾ പറഞ്ഞുതരാം. ഒരു സിമ്പിൾ ഹാക്കുകളാണ് സംഭവം. സിമ്പിൾ കുറച്ച് ടിപ്സ് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഉറങ്ങുന്നതിന് മുന്നേ കുറച്ച് ചെയ്യേണ്ടതാണ്. അതിലൊന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മിനിമം ഒരു 2.5 അല്ലെങ്കിൽ 3 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യുക, നമ്മൾ ഡിന്നർ കഴിക്കുക. ജസ്റ്റ് നൈറ്റ് കഴിക്കണ ഫുഡ് എന്ത് ചെയ്യുക, രാത്രി ഭക്ഷണം മിനിമം നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ മുന്നേ കഴിക്കുക. ഇത് നിങ്ങളെ നല്ല രീതിയിൽ ഡൈജസ്റ്റിനെ ഹെൽപ്പ് ചെയ്യും. ഫുഡ് ഡൈജസ്റ്റ് ആയിട്ട് കടന്നുറങ്ങി എന്താവും, ആ ഒരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടും. നമ്മൾ കൂടുതലും ശീലിച്ചു പറഞ്ഞാൽ എങ്ങനെ ഉറങ്ങാൻ പോവുകയാണെങ്കിൽ എന്താവും, അതിൻ്റെ ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ഫുഡ് കഴിച്ച് അവിടെ പോയി കിടക്കും. അപ്പോൾ എന്താവും, നമ്മളെ ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ സ്റ്റോക്ക് ചെയ്താണ്ടെന്ന് തോന്നും, അത് ഡൈജസ്റ്റ് ആവില്ല, നമുക്ക് ഒരു ഉറക്കം കിട്ടൂല, ആ ഒരു നിലയിലേക്ക് എത്തും. അപ്പം മിനിമം എന്താ 2.5-3 മണിക്കൂർ എന്ത് ചെയ്യാം ഫുഡിനായപ്പോൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10 മണിക്കൊക്കെ ഉറങ്ങുന്നതാണ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു 7-7:30 ഡിന്നർ കഴിക്കാൻ നോക്കുക. പിന്നെ നൈറ്റ് ഡിന്നർ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹെവി ഡിന്നർ ഒന്നും കഴിക്കരുത്. അതായത് വലിയ ഞങ്ങളെ പുറത്തത്തെ ജങ്ക് ഫുഡൊക്കെ ഉണ്ടല്ലോ, മന്തി, അൽഫാം, അങ്ങനത്തെ ഹെവി ജങ്ക് ഫുഡ് നല്ല പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളൊന്നും കഴിക്കരുത്. ജസ്റ്റ് ഹോം മെയ്ഡ് ഫുഡ് എന്തെങ്കിലുമൊക്കെ കുറച്ച് കഴിക്കി കിടക്കാം. എന്നാലും നൈറ്റ് ഫുഡ് കഴിക്കാതെ ഉറങ്ങാനും അത്ര നല്ലതല്ല. പിന്നെ രണ്ടാമതാണ് എന്ത് ചെയ്യാം, ഉറങ്ങാൻ വേണ്ടി 1 മണിക്കൂർ മുന്നേ ഈ ബ്ലൂ ലൈറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാം.
ബ്ലൂ ലൈറ്റ് പറയുന്നത് നമ്മളെ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മളെ ഫോണ്, കമ്പ്യൂട്ടർ, ലാപ്പ്, TV സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതിനൊക്കെ ഒരു ബ്ലൂ ലൈറ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് അടിക്കുന്നുണ്ട്. ഈ ബ്രെയിനിലേക്ക് അടിക്കുന്നതിലൂടെ നമ്മളെ ഉറക്കത്തിന് നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യുന്ന സംഭവം. നമ്മൾ സ്ക്രോളും ചെയ്തുകൊണ്ട് നമ്മൾ കടന്നുറങ്ങുക. അപ്പൊ അതിന് മാറിയിട്ട് ജസ്റ്റ് മിനിമം ഒരു അരമണിക്കൂർ മുന്നെങ്കിലും നമ്മൾ കടക്കാൻ പോകുന്നതിന്റെ അരമണിക്കൂർ മുന്നെങ്കിലും എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ബ്ലൂ ലൈറ്റ് സംഭവങ്ങളൊക്കെ ഒഴിവാക്കുക. അതിന് പകരം എന്തെങ്കിലും വല്ല ഫിക്ഷനോ നോൺ ഫിക്ഷൻ ബുക്കൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിച്ച് ആ ഉറക്കത്തിന്റെ ആ ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ വേണമെങ്കിൽ പോവാം. പിന്നെ ചെറിയൊരു ലൈറ്റ് ഒക്കെ കിട്ടുന്നത്. പിന്നെ എന്ത് ചെയ്യാം, ഹൈ കോഗ്നിറ്റീവ് ഡിമാൻഡ് ടാസ്കുകളൊക്കെ നിർത്തുക. അതായത് ഹൈ കോഗ്നിറ്റീവ് ഡിമാൻഡ് ടാസ്കുകളാണെങ്കിൽ നമ്മൾ മെന്റലി എഫേർട്ട് എടുത്താണ്ട് നല്ല വർക്ക് ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാവും. അതായത് ഇപ്പം നമുക്ക് വല്ല ഫൈനൽ എക്സാമോ ബോർഡ് എക്സാമോ അല്ലെങ്കിൽ വല്ല ഈ കോമ്പറ്റീഷൻ എക്സാമോ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പ്രൊജക്ട് ഉണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കോ, ഇങ്ങനെ നമുക്ക് മെന്റലി നല്ല എഫേർട്ട് നമ്മൾ ഇരുന്ന് നല്ല റിപ്പീറ്റേഷൻ ചെയ്ത് നമ്മൾ പണിയെടുക്കേണ്ട സംഭവങ്ങൾ ഉണ്ടാവും മെന്റലി ട്ടോ. ആ സംഭവങ്ങൾക്ക് ഒരു ഉറങ്ങാൻ പോകേണ്ടിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ തന്നെ നിർത്തുക ആസ് എ പോസിബിൾ. അതായത് ഇപ്പോൾ നാളെ എക്സാം ആണ്, ചിലപ്പോൾ സമയത്ത് കുറച്ച് സമയത്ത് പഠിക്കേണ്ടി വരും. പക്ഷെ മിനിമം എന്തായാലും 80% ഇങ്ങനത്തെ പഠനവും കാര്യങ്ങളൊക്കെ കടക്കാൻ പോകേണ്ട അരമണിക്കൂർ തന്നെ സംഭവങ്ങളൊക്കെ നിർത്തി വെക്കാം. പിന്നെ അടുത്തതാണ് ഉച്ചക്ക് ഒരു മണി അല്ലെങ്കിൽ 2 മണിക്ക് ശേഷം എന്ത് ചെയ്യുക, കോഫി കുടിക്കാതെ നോക്കുക. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹൈ ടാസ്കുകൾ, നമ്മളെ കോഗ്നിറ്റീവ് ടാസ്ക്സ്, അതുപോലെ തന്നെ നമ്മളെ ഫോക്കസ്, അലേർട്ട്നെസ്, ഇതൊക്കെ കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ കുടിക്കുന്ന നമുക്ക് വാല്യൂ കിട്ടണ കോഫി ഉണ്ടല്ലോ, എഫക്റ്റ് കിട്ടണേ ഈ കാപ്പിച്ചീനോ അമേരിക്കാനോ സംഭവങ്ങളൊക്കെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മിനിമം എന്ത് ചെയ്യുക, ഉച്ചക്ക് 2 മണിക്ക് ശേഷം കുടിക്കാതെ നോക്കുക. ഇത് ഈ കോഫിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ ഒരു കോഫിന്ന് ഇപ്പൊ നമുക്ക് 100% നമുക്ക് എഫക്ട് കിട്ടിയ ഒരു കോളി. അതിനൊരു ക്വാർട്ടർ അറിയുമ്പോൾ 100ന്റെ ക്വാർട്ടർ അറിയണത് 25. ആ 25% നമ്മുടെ ബോഡിയിൽ അതിന്റെ എഫക്റ്റ് ഒരു 12 to 14 മണിക്കൂർ വരെ നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നതാണ്. അതും നമ്മുടെ സ്ലീപ്പിനെ നല്ല രീതിയിൽ പ്രിവെന്റ് ചെയ്യും. അപ്പൊ ഉച്ചക്ക് 2 മണിക്ക് ശേഷം എന്ത് ചെയ്യുക, അങ്ങനത്തെ കോഫി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുടിക്കാതെ മിനിമം നോക്കാം. പിന്നെ ഈ ഉറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാല് പോയി ജസ്റ്റ് എന്ത് ചെയ്യുക, റൂം കുറച്ച് ഡാർക്ക് ആക്കാൻ, ഫുൾ ഡാർക്ക് ആക്കുക. അതിൽ ഒരു കോംപ്രമൈസും കാട്ടരുത്. കാരണം നമ്മളെ ആ ഒരു ലൈറ്റിന് നമുക്ക് അത്ര ഉറക്കം വരില്ല. ചില ആൾക്കാർക്ക് തീരെ വരാത്ത സംഭവം ബയോളജി, ചില ആൾക്കാർ അങ്ങനെയാണ്. അപ്പൊ എന്താ റൂമിൽ മിനിമം ഫുള്ള് കൂളാക്കാം, ഡാർക്ക് ആക്കാം. പിന്നെ ആസ് എ പോസിബിൾ എയർ കണ്ടീഷൻ ഒക്കെ ഉണ്ട്, AC ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും നല്ലതാണ്. പിന്നെ അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്താണ്ട് ഒരു എയർ പാസിംഗ് ഒക്കെ ഒരു നല്ലൊരു എൻവയോൺമെന്റ് ആക്കി മാറ്റാം ഉറങ്ങുന്ന സമയത്ത്. പിന്നെ എന്ത് ചെയ്യാം, ഡെയിലി ഒരു സമയത്ത് ഉറങ്ങാൻ, ഡെയിലി ഒരു സമയത്ത് എണീക്കാനും നോക്കാം. ഇത് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കിട്ടാൻ. അതായത് നമ്മൾ ഡെയിലി ഒരേ സമയത്ത് ഉറങ്ങാൻ പോകും, ഡെയിലി ഒരേ സമയത്ത് നമ്മൾ എണീക്കുമ്പോഴും നമ്മളെ ബോഡിയും നമ്മുടെ ബ്രെയിനും നമ്മളെ മെലാറ്റോണിനും ഒക്കെ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒരേ സമയത്ത് ഉറക്കാനും ഒരേ സമയത്ത് നമ്മൾ എണീക്കാനും സഹായിക്കും. ഇതിലൂടെ നമുക്ക് എന്താവും, ഈ ഉറക്കമില്ലായ്മ, ഈ നമുക്കൊരു ഉറക്കത്തിനിടയ്ക്ക് നെട്ടിച്ചിരുന്ന സംഭവങ്ങൾ, പിന്നെ ഇടയ്ക്ക് കടന്നുറക്കാൻ പറ്റാത്ത സംഭവങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു 10 മണിക്ക് ഉറങ്ങാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 9:45 അല്ലെങ്കിൽ ഒരു 10:30 ഉള്ളിൽ ഉറങ്ങാൻ നോക്കാം. ഒരു അരമണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കഴിഞ്ഞാലും കൂടുതൽ എന്ത് ചെയ്യുക, അതിനെ തെറ്റിച്ചാൽ നോക്കുക. പിന്നെ ഡെയിലി എണീക്കണ സമയത്തും അതന്നെ ആക്കുക. ഇപ്പോൾ ഒരു 6 മണിക്ക് എണീക്കണമെങ്കിൽ ഒരു 6, 5:30, 6:15 ആ ഒരു സമയത്തുള്ളിൽ ഡെയിലി എന്ത് ചെയ്യാം, ഒരേ സമയത്ത് ഒരു റൊട്ടീനാക്കി മാറ്റാം. ചില സമയത്ത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നുണ്ടാവില്ല. ചില സമയത്ത് നമുക്ക് നൈറ്റ് എന്തെങ്കിലും ഫംഗ്ഷനോ മീറ്റിങ്ങോ നമുക്ക് പഠനത്തിന്റെ കാര്യങ്ങളോ നമ്മൾ ചെയ്യുന്ന വർക്കിന്റെ കാര്യങ്ങളൊക്കെ ലേറ്റ് ആയി പോവുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ലൈഫല്ല, അതൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, ഒരു 80% 80-20 റോൾ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യണം. അതായത് 80% നല്ല ഫുഡ് കഴിക്കുക, 80% ജിമ്മുക്ക് പോകുക, 80% നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യാം, നല്ല ഉറക്കം കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു മാസത്തിൽ 10-25 ദിവസം എന്ത് ചെയ്യാം, ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്താലും പിന്നെ ഒരു 5 ദിവസങ്ങളൊക്കെ എന്തുണ്ട് നിങ്ങളെ ബാലൻസ് ചെയ്യാണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, ഒരാഴ്ചയിൽ സൺഡേ എന്ത് ചെയ്യാം, സൺഡേ ഏതായാലും ജിമ്മിൽ പോകുന്ന ആൾക്കാരാണ് ഈ വർക്കൗട്ട് ഉണ്ടാവില്ല. അപ്പോൾ സൺഡേ ഒരു നേരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാനും ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഉറക്കം കൊളായാലും കുഴപ്പമില്ല. അത് എന്ത് ചെയ്യുക, ഒരു 80% 80-20 റോളിന് കളിച്ചിക്കുക. അതായത് 80% നല്ല ലൈഫിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ഉറക്കം കൊടുക്കുക. പിന്നെ 20% നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച്, അതുപോലെ നമുക്ക് എന്താണോ ആഗ്രഹം, ഡിസയർ, അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുക. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ പറയാനുള്ളത്, ഫസ്റ്റ് പറഞ്ഞ മാതിരി ഇതൊരു ലോങ് ടേം ആണ്. അതായത് നമ്മൾ എത്ര കാലം നിലനിൽക്കണോ അത്രത്തെ കാലം നമ്മളെ ബോഡിനെ, നമുക്കിപ്പോൾ നല്ല പൈസ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്കിപ്പോൾ എന്ത് സ്റ്റാറ്റസ് ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്കൊന്നും നല്ലൊരു ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഉപയോഗം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ കടന്നെടുത്ത് കിടക്കേണ്ടി വരും. അപ്പൊ ഒരു ഹെൽത്ത് പറയുന്നത് നമ്മൾ 2-3 മാസം ജിമ്മിൽ പോയി കണ്ട് അതിന്റെ ഫോട്ടോ എടുത്താണ്ട് ഇൻസ്റ്റയിൽ ഇടാനുള്ള സംഭവമല്ല. ഇത് പറയുന്നത് നമുക്ക് ഒരു ഹെൽത്തി പേഴ്സൺ, നമ്മൾ ലോങ് ടേമിലേക്ക് നമ്മളെ എനർജി, നമ്മളെ ഫോക്കസ്, അതുപോലെ തന്നെ നമ്മളെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ ആ ഒരു ഹെൽത്ത് പ്രൊട്ടക്ട് ചെയ്യാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ എനിക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. സോ സീ യു ഇൻ ദി അനദർ വീഡിയോ.